മാസ്റ്റർ കീയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് കോസ്റ്റിങ്ങിൽ നമുക്ക് പ്രധാനമായിട്ട് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പഠിക്കേണ്ട കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, ടൈപ്പ് ഓഫ് കോസ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് നോക്കേണ്ടത്, എന്താണ് കോസ്റ്റ്? എന്താണ് കോസ്റ്റ്? It means the total of all expenditure incurred on the production of an article. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ, ഒരു പ്രോഡക്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഫ്രം ബിഗിനിങ് ടു എൻഡ് ആ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത് മുതൽ ഒരു കൺസ്യൂമറിൻ്റെ കയ്യിലേക്ക്, ഒരു അൾട്ടിമേറ്റ് കൺസ്യൂമറിൻ്റെ കയ്യിലേക്ക്, ഒരു കൺസപ്ഷൻ പർപ്പസിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള ആ ഒരു ലോങ് പ്രോസസ്സിൽ എന്തൊക്കെ ചിലവുകൾ നമുക്ക് ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് മുടക്കേണ്ടി വരുന്നു, അതിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് ടേം ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ടോട്ടൽ ഓഫ് ഓൾ എക്സ്പെൻഡിച്ചർ ഇൻക്വേർഡ് ഓൺ ദ പ്രൊഡക്ഷൻ ഓഫ് ആൻ ആർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കയ്യിരിക്കുന്ന ഈ ഒരു പെന്ന് നോക്കുകയാണെങ്കിൽ, ഈ പെന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര രൂപ ചിലവായി? അപ്പോൾ അത് നമുക്ക് എങ്ങനെ നോക്കാം? ഈ ഒരു പേന പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രം ബിഗിനിങ് റോ മെറ്റീരിയൽസ് മേടിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട പ്രൊഡക്ഷൻ പ്രോസസ്സ് നടത്തുന്നു, അതുപോലെ തന്നെ ഇത് വിറ്റഴിക്കാൻ നമ്മൾ മാർക്കറ്റിംഗ് എക്സ്പെൻസസുകൾ നമുക്ക് ഇൻക്വേർഡ് ആവും, ഇല്ലേ? അപ്പോൾ ഇതെല്ലാം എന്താണ്, ഈ ഒരു പേനയുടെ കോസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഒരിക്കലും എന്താണ് അതിൻ്റെ ഒരു റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത് മാത്രമോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഏരിയയിൽ വരുന്ന ചിലവുകൾ മാത്രമല്ല അതിൻ്റെ കോസ്റ്റ്. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക ഫ്രം ബിഗിനിങ് ടു എൻഡ്, അത് യൂസ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജസ് വരെ, അതായത് എന്താണ് ഒരു മാർക്കറ്റിംഗ് സ്റ്റേജ് വരെ എന്തൊക്കെ കോസ്റ്റുകൾ അല്ലെങ്കിൽ എന്തൊക്കെ എക്സ്പെൻഡിച്ചറുകൾ ആ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനാവുന്നു, അതിന് നമുക്ക് എല്ലാം കൂടി ചേർത്ത് എന്തെന്ന് പറയാം, ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത്ര രൂപ എന്നാണ്, അല്ലെങ്കിൽ ഇത്ര കോസ്റ്റ് ആയി എന്ന് നമുക്ക് ടേം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ആ ഒരു വേർഡ് കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്യാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇറ്റ്സ് എ ടോട്ടൽ ഓഫ് ഓൾ എക്സ്പെൻഡിച്ചേഴ്സ് ഇൻക്വേർഡ് ഓൺ ദ പ്രൊഡക്ഷൻ ഓഫ് ആൻ ആർട്ടിക്കിൾ. ഓക്കെ, അപ്പം നമ്മൾ ആ കോസ്റ്റിങ്ങിലോട്ട് കടക്കുന്നതിന് മുന്നേ ഈ ഒരു കോസ്റ്റും, ഒരു സെക്കൻഡ്, കോസ്റ്റും അതുപോലെ തന്നെ പ്രോഫിറ്റും തമ്മിലുള്ള ഒരു റിലേഷൻ മനസ്സിലാക്കണം. ഓക്കെ, കോസ്റ്റും പ്രോഫിറ്റും അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമ്മൾ മനസ്സിലാക്കുക ആദ്യം, എന്നിട്ട് നമുക്ക് കോസ്റ്റിങ്ങിലോട്ട് കടക്കാം. ഇവിടെ നമ്മളിപ്പം ഒരു പേന പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് 10 രൂപയായി. ഒരു പേന നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ 10 രൂപയായി. അതായത് എന്താണ്, എനിക്ക് 10 രൂപ അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റായി. ഞാൻ ഈ പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്കുണ്ടായ ചിലവിൽ അതേ പെർസെൻറ്റേജിൽ തന്നെ ആയിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, അത് വിൽക്കുന്നത്, ഇല്ലേ? ഞാൻ അതേ എമൗണ്ടിൽ 10 രൂപയ്ക്ക് തന്നെ ആയിരിക്കും ഞാൻ ആ പേന മാർക്കറ്റിൽ വിൽക്കുന്നത്? അല്ല. എനിക്ക് എത്ര രൂപയാണോ ഇത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ളത്, അതിനോടൊപ്പം സർട്ടൺ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അത് മാർക്കറ്റിൽ വിറ്റഴിക്കുന്നത്, അല്ലേ? അതായത് ഞാനിപ്പോൾ 10 രൂപയാണ് എനിക്കത് പ്രൊഡ്യൂസ് ചെയ്യാനായതെങ്കിൽ ഞാൻ 12 രൂപയ്ക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, അത് മാർക്കറ്റിൽ വിറ്റഴിക്കുന്നത്. അത് ഏത് ഐറ്റം ആണെങ്കിലും, നമ്മൾ എന്ത് ഐറ്റം പ്രൊഡ്യൂസ് ചെയ്താലും കോസ്റ്റിനോടൊപ്പം ഒരു സർട്ടൺ പെർസെൻറ്റേജ് പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്ത് തന്നെയാണ് നമ്മളത് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. കാരണം അങ്ങനെ എത്തിച്ചിട്ടല്ലേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് അത് പ്രൊഡക്ഷൻ നടത്തുന്നത്, അല്ലേ? നോ പ്രോഫിറ്റ് നോ ലോസ് എന്നുള്ള രീതിയിൽ പോകാൻ ഒരു ബിസിനസ്സും തയ്യാറാവോ? ഇല്ല. നമ്മളൊരു സർട്ടൺ പെർസെൻറ്റേജ് പ്രോഫിറ്റ് എന്ത് ചെയ്യാണ്, എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ പ്രൊഡക്ഷൻ നടത്തുന്നത്. സോ ഇവിടെ ഈ ഒരു കേസ് പറയുവാണെങ്കിൽ 10 രൂപയാണ് അതിൻ്റെ കോസ്റ്റ് എങ്കിൽ 2 രൂപ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്ത് ഞാൻ 12 രൂപയ്ക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ സാധനം വിറ്റഴിക്കുന്നത്. അപ്പം ഞാൻ ഈ കോസ്റ്റിംഗ് എന്നുള്ള ടേമിൽ, ഈ കോസ്റ്റ് എന്നുള്ള ടേമിൻ്റെ ആ ഒരു എന്താണ് ആ ഒരു പെർട്ടിക്കുലർ ഐറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനാണ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത്. അപ്പോൾ എപ്പോഴും നമ്മളൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ അതിൻ്റെ പ്രൈസിങ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ പ്രൈസിങ് അവർ നിശ്ചയിക്കുന്നത്, ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര കോസ്റ്റ് ആയി എന്നുള്ളതിൻ്റെ ബേസിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ആ പ്രൈസിങ് അവിടെ ഫിക്സ് ചെയ്യപ്പെടുന്നത്, അല്ലേ?
അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു കോസ്റ്റ് എത്രത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആണ്, അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ കോസ്റ്റിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് പ്രോഫിറ്റ് കൂട്ടണം ഇല്ലേ, പ്രോഫിറ്റ് ഇവിടെ 2 രൂപയേ ഉള്ളൂ, നമുക്ക് പ്രോഫിറ്റ് കൂട്ടണമെങ്കിൽ, പക്ഷെ നമുക്കിവിടെ ഇത് 12 രൂപയ്ക്ക് മാത്രമേ നമുക്ക് ഈ പേന വിൽക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം കൂടുതൽ പ്രൈസിന് നമ്മൾ ഈ പ്രോഡക്റ്റ് വിറ്റഴിച്ചാൽ എന്ത് സംഭവിക്കും, കൂടുതൽ എമൗണ്ടിന് നമ്മൾ ഈ പ്രോഡക്റ്റ് വിറ്റഴിക്കുവാണ് എങ്കിൽ ആരും നമുക്ക് എന്ത് ചെയ്യില്ല, വാങ്ങുമോ, സാധനങ്ങൾ മേടിക്കുമോ? 10 രൂപയ്ക്കുള്ള പേന എന്താണ് നമ്മൾ 12 രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യും, എവിടെയാണോ പ്രൈസ് കുറച്ച് വിൽക്കുന്നത് ആ ഭാഗത്തോട്ടേ അവർ എന്ത് ചെയ്യത്തുള്ളൂ, അവർ പർച്ചേസിങ് അങ്ങോട്ടേ മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് ഹൈ പ്രൈസിന് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ നിലനിൽക്കുന്ന പ്രിവെയിൽ ചെയ്യുന്ന ഒരു പ്രൈസിനപ്പുറം ഹൈ പ്രൈസിന് നമുക്ക് വിൽക്കാൻ സാധിക്കില്ല, എങ്കിൽ നമ്മുടെ സെയിലിനെ അഫക്റ്റ് ചെയ്യും. സോ നമുക്ക് പ്രൈസിങ് ഒരു പർട്ടിക്കുലർ ലിമിറ്റിനുള്ളിൽ തന്നെ നിർത്തണം. പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ഏൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരേ ഒരു സൊല്യൂഷൻ എന്തേ ഉള്ളൂ, നമ്മുടെ കോസ്റ്റ് എന്ത് ചെയ്യുക, കോസ്റ്റ് എങ്ങനെയെങ്കിലും മാക്സിമം ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ തന്നെ നമ്മുടെ കോസ്റ്റ് എങ്ങനെയെങ്കിലും കുറയ്ക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ 10 രൂപയാണ് നമുക്ക് കോസ്റ്റ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 9 രൂപ നമ്മൾ കോസ്റ്റ് ആക്കിയാൽ നമുക്ക് എന്താവും, പ്രോഫിറ്റ് അവിടെ ഇൻക്രീസ് ചെയ്തു, 3 രൂപ പ്രോഫിറ്റ് നമുക്കവിടെ ഇൻക്രീസ് ചെയ്തു, 12 രൂപയ്ക്ക് തന്നെ നമുക്കത് സെയിൽ ചെയ്യാനും പറ്റും. സോ നമുക്ക് എത്രത്തോളം കോസ്റ്റ് കുറയുന്നോ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് കൂട്ടുവാൻ സാധിക്കും. സോ കോസ്റ്റും പ്രോഫിറ്റും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് തുടക്കത്തിൽ നിങ്ങളത് ക്ലാരിറ്റിയോടുകൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പം നമുക്ക് എങ്ങനെയാണ് കോസ്റ്റ് കുറച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ സോ നമുക്ക് കോസ്റ്റിന്റെ ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ദ ടെർമിനോളജി ഓഫ് ദ ബ്രിട്ടീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക് അക്കൗണ്ടൻസ്, കോസ്റ്റ് ഈസ് എ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻക്വേർഡ് ഓർ ആട്രിബ്യൂട്ടബിൾ ടു എ ഗിവൺ തിങ്. നമ്മൾ നേരത്തെ മീനിങ്ങിൽ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്കവിടെ മൊത്തം ചിലവായ തുകയാണ് നമ്മളിവിടെ കോസ്റ്റ് എന്ന് ടേം ചെയ്യുന്നത്. അടുത്ത് നോക്കാം. ഇപ്പം നമുക്ക് കുറച്ച് ടേംസുകൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. കോസ്റ്റ്, കോസ്റ്റിംഗ്, അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്. ഈ 3 ടേമുകളും സിമിലാരിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ സിമിലാരിറ്റി ഉണ്ട്, പക്ഷെ നമ്മളത് ഡിഫൈൻ ചെയ്യുന്നത് അല്പം വ്യത്യാസമുണ്ട്. എന്തൊക്കെയാണ്? സോ കോസ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു, ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻക്വേർഡ് ടു പ്രൊഡ്യൂസ് എ പ്രോഡക്റ്റ് അല്ലേ. കോസ്റ്റിംഗ് എന്താണ്? ഇറ്റ് ഈസ് ദ ടെക്നിക്സ് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. ഇറ്റ് എനാബിൾ ദ മാനേജ്മെന്റ് ടു നോ the total cost and each element of the cost of product. ഇല്ലേ, കോസ്റ്റിംഗ് എന്താണ്? കോസ്റ്റിംഗ് എന്ന് വെച്ചാൽ അസർട്ടൈൻമെന്റ് ഓഫ് കോസ്റ്റ് ആണ്. കോസ്റ്റ് എന്നുള്ള വേർഡിൽ നിന്ന് നമ്മൾ അടുത്ത വേർഡിൽ എന്തിലോട്ടാ വന്നേ? കോസ്റ്റിംഗ്. എന്താണ് കോസ്റ്റിംഗ്? അസർട്ടൈൻമെന്റ്. എന്താണ് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും, നമുക്ക് ഡിഫറെൻറ്റ് ലെവൽസിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോസ്റ്റുകൾ ഇൻക്വേർഡ് ആവാറുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് അതിൽ ആ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ എലമെൻറ്റ് ഓഫ് കോസ്റ്റുകളാണ് അതിൽ വന്നിട്ടുള്ളത്. നമുക്ക് അത്തരത്തിൽ ഓരോ ടൈപ്പ് ഓഫ് കോസ്റ്റിനെയും നമുക്ക് മാറ്റി നിർത്തി അനലൈസ് ചെയ്താൽ മാത്രമേ എവിടെയാണ് കോസ്റ്റ് കൂടുതൽ, എവിടെയാണ് നമുക്കവിടെ കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കുന്നത്, എവിടെയാണ് നമുക്ക് കോസ്റ്റ് കൺട്രോൾ കൃത്യമായിട്ട് ആപ്ലിക്കബിൾ ആക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്താലേ പറ്റുള്ളൂ. എന്തൊക്കെ ടൈപ്പ് കോസ്റ്റ് ഓരോ ലെവൽസിലും ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇൻക്വേർഡ് ആവുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമല്ലേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് റെഡ്യൂസ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ അല്ലേ. സോ കോസ്റ്റ്, ദെൻ അടുത്ത ടേമിലോട്ട് നമ്മൾ വന്നു കോസ്റ്റിംഗ്. കോസ്റ്റിംഗ് മീൻസ് ടെക്നിക്സ് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈൻമെന്റ് ഓഫ് cost. Okay, technique and process of ascertaining cost. It has been defined by the Walden as the classifying, recording and appropriate allocation of expenditure for the determination of the cost of products or services and the presentation of suitably arranged data for the purpose of control and guidance of management. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് തൊട്ട് മുന്നേ ഞാൻ കോസ്റ്റും പ്രോഫിറ്റും പ്രൈസിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറഞ്ഞത്. കാരണം നമ്മുടെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ചിലവായി എന്നുള്ളത് നമ്മളെല്ലാം കൂടി അഗ്രിഗേറ്റ് ആയിട്ട് നമുക്കൊരു എമൗണ്ട് കിട്ടിയിട്ട് കാര്യമില്ല.
നമുക്ക് എന്താണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്റ്റെപ്പിലും ഇൻക്ലൂഡ് ആവുന്ന കോസ്റ്റുകളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്താൽ മാത്രമേ മാനേജ്മെന്റിന് അതിന്മേൽ ഒരു ഡിസിഷൻ എടുക്കാനും അല്ലെങ്കിൽ എങ്ങനെ കോസ്റ്റ് കുറയ്ക്കാമെന്നുള്ള ടെക്നിക്സുകൾ അഡോപ്റ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. സോ കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ബ്രോഡർ ടേം. അതിൽ നിന്നാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റിംഗ് എന്നുള്ളൊരു ടേമിലേക്ക് എത്തിയത്. അപ്പം 2 ടേം ഓക്കെ അല്ലേ? ഇനി there's a definition by ICMA London defined costing as the technique and process of ascertaining cost. നമ്മൾ മീനിങ്ങിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. സോ 3ാമത്തെ ടേമിലോട്ട് നമ്മൾ വന്നു, കോസ്റ്റ് അക്കൗണ്ടിങ്. ഓക്കെ, അപ്പോൾ കോസ്റ്റ്, കോസ്റ്റിംഗ്, കോസ്റ്റ് അക്കൗണ്ടിങ് 3ഉം എന്താണ്, അവിടുത്തെ മെയിൻ എലമെന്റ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. പക്ഷെ അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണ്, വ്യത്യാസം ഉണ്ടോ? വ്യത്യാസം ഉണ്ട്. സോ 3ാമത്തെ ടേം കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, അത് പഠിക്കണമെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലോട്ടൊന്ന് പോയി വന്നാൽ മതി. എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്? നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിനാൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ട്രാൻസാക്ഷൻസുകൾ, മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ സാധിക്കുന്ന ട്രാൻസാക്ഷൻസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് എന്താണ് ഒരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ഇതാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഇവിടെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോഴും ഇവിടെ നമ്മൾ എന്താണ്, കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുകയും അത് ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും ഒരു ഡിസിഷൻ തലത്തിലേക്ക് അതിനെ എത്തിക്കുകയും ചെയ്യുക. അതല്ലെങ്കിൽ ഡിസിഷൻ പർപ്പസിലോട്ട് ആ ഇൻഫർമേഷൻ എന്ത് ചെയ്യുക, നമ്മളത് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇത് തന്നെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ് വിച്ച് ബിഗിൻസ് വിത്ത് recording of expenditure and ends with the preparation of statistical data. ഇവിടെയും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പോലെ തന്നെ ആ ഒരു പ്രോസസ്സാണ് ഇവിടെയും എന്ത് ചെയ്യുന്നത്. എന്താണ്, നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ ആണെന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുകയും ദെൻ നമ്മൾ അതിനെ ഒരു ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് പർപ്പസിലേക്ക് എത്തിക്കാൻ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ഫോമിലോട്ട് അത് എത്തിക്കുകയും ചെയ്യുന്നു അല്ലേ. അപ്പം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ്, നമ്മൾ കോസ്റ്റ് ഷീറ്റ് ഒക്കെ നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ അവിടെ നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഓരോ സ്റ്റേജിലും എന്തൊക്കെ കോസ്റ്റ്, എത്ര എന്താണ് കോസ്റ്റ് അവിടെ ആയിട്ടുണ്ട്, അത് ഓരോ സ്റ്റേജിലേക്ക് മാറുമ്പോൾ അത് എത്രത്തോളം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഇല്ലേ. അപ്പോൾ അതിനാണ് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ റിലവൻസ് അവിടെ വരുന്നത്. Cost of products or services are ascertained and controlled by the means of formal mechanism. Cost can be ascertained whether by following the historical or predetermined system of costing. Cost either can be predetermined by the standard cost or estimated costing. അപ്പം നമുക്ക് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും, നമ്മൾ ഇന്ന ഒരു റേഞ്ചിനുള്ളിലായിരിക്കും അല്ലെങ്കിൽ ഇത്രയും ഒരു ലിമിറ്റിനുള്ളിലായിരിക്കും നമ്മൾ ആ കോസ്റ്റ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡിനുള്ളിൽ നിർത്താൻ നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം എഫേർട്ട് എടുക്കും. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ്സുകൾ സെറ്റ് ചെയ്യുകയും അതിന് വേണ്ടിയിട്ടുള്ള പെർഫോമൻസുകൾ നമ്മൾ നടത്തുകയും ചെയ്യുന്നു. ഇല്ലെങ്കിൽ നമ്മൾ എസ്റ്റിമേറ്റ് എന്താണ്, ഒരു എസ്റ്റിമേറ്റ് ചെയ്യുക മീൻസ് എന്താണ്, നമുക്കൊരു പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ ബേസിലോ അല്ലാതെയോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എസ്റ്റിമേഷൻ ഇടാം. അതിൻ്റെ ബേസിൽ നമ്മൾ ആ ഒരു ലെവൽ കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ പല രീതിയിൽ നമുക്ക് കോസ്റ്റ് എന്ത് ചെയ്യാം, അവിടെ അസർട്ടൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇവിടെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു ടേമിൻ്റെ റിലവൻസ് മനസ്സിലാക്കുക. നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് അതേ കാര്യം കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളിവിടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ 3 വേർഡുകൾ, കോസ്റ്റ് അക്കൗണ്ടിങ്, ദെൻ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ എന്താണ്, കോസ്റ്റിങ്, 3 ടേമുകൾ കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഇപ്പം നമുക്കൊരു ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസും എന്താണ്, പൊസിഷൻ മനസ്സിലാക്കാൻ നമുക്ക് ഫൈനൽ അക്കൗണ്ട്സുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു റിലവൻസ് എന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിക്കോട്ടെ, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, പക്ഷേ ഇവിടെയെങ്ങും ഒരു പ്രോഡക്റ്റ് എന്താണ് ഹോൾ ആ ഒരു പർട്ടിക്കുലർ കമ്പനി എത്ര പ്രൊഡ്യൂസ് ചെയ്തു അതിലെത്ര പ്രോഫിറ്റ് ഉണ്ടെന്ന് മാത്രമേ നമുക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എത്ര സെയിൽ നടന്നു എന്നുള്ളതേ നമുക്കൊരു ഫൈനൽ അക്കൗണ്ട്സ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഓരോ സ്റ്റേജസിലും എത്ര കോസ്റ്റായി,
ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആ ഒരു പർട്ടിക്കുലർ കമ്പനിക്ക് എത്ര രൂപ ചിലവായി എന്നൊരു ഇൻഫർമേഷൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിന് നൽകാൻ പറ്റുമോ? നമ്മൾ നോക്കുക, ഫൈനൽ അക്കൗണ്ട്സിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റേജസിൽ അങ്ങനെ ഒരു കമ്പ്യൂട്ടേഷൻ നമ്മൾ നടത്തുന്നുണ്ടോ? ഇല്ല, അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ അത്തരത്തിലുള്ള ഒരു ലിമിറ്റേഷനിൽ നിന്നാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഓരോ സ്റ്റേജസിലും എത്ര ചിലവുണ്ടായി, അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ അവർക്ക് എത്ര ചിലവുണ്ടായി. ഇത്തരത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട്, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എവിടെ കാണാൻ സാധിക്കും? കോസ്റ്റ് അക്കൗണ്ടിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ലിമിറ്റേഷൻ കൊണ്ട് തന്നെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ത് ചെയ്തത്, വന്നിട്ടുള്ളത്. സോ 3 ടേമുകളും ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക. കോസ്റ്റ്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻക്വയർഡ് ടു പ്രൊഡ്യൂസ് എ പ്രോഡക്റ്റ്. കോസ്റ്റിംഗ്, ടെക്നിക്ക് ആൻഡ് അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ആണ് നമ്മൾ കോസ്റ്റിംഗ് എന്ന് ടേം ചെയ്യുന്നത്. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, ആ എക്സ്പെൻഡിച്ചേഴ്സ് എല്ലാം റെക്കോർഡ് ചെയ്യുകയും ദെൻ ഫോർ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, സോ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലോട്ട് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് എന്താണ് പറയുന്നത്, ടു ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ കോസ്റ്റ് ആൻഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് വേരിയസ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്, നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെ എന്തൊക്കെയാണ് അവിടെ അച്ചീവ് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് കൊണ്ട് തന്നെയാണ് ഇവിടെ നമുക്ക് ടോട്ടൽ കോസ്റ്റ്, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര രൂപ ചിലവായി, ടോട്ടൽ കോസ്റ്റ് എത്രയെന്നും, അതുപോലെ തന്നെ കോസ്റ്റ് പെർ യൂണിറ്റ്, ഇപ്പം അതായത് 1000 പേന പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് 10,000 രൂപയായി എങ്കിൽ ഒരു പേന പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് എത്ര രൂപയായി എന്നുള്ളതും നമുക്കിവിടെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻസ് പ്രോപ്പറായിട്ട് നമുക്ക് തരുന്നുണ്ട്. To disclose the proportion of different elements such as material, labor and overhead in the total cost. എന്ത് ചെയ്യുന്നുണ്ട്, ഇത്രയുമാണ് ടോട്ടൽ അഗ്രിഗേറ്റ് കോസ്റ്റ്, ഇത്രയുമാണെന്ന് മാത്രം പറഞ്ഞു നിർത്തുകയാണോ? അല്ല, അതിനുള്ളിൽ തന്നെ മെറ്റീരിയൽ എത്ര, ലേബർ എത്ര, ഓവർഹെഡ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ് ഓവർഹെഡ് എന്ന് ടേം ചെയ്യുന്നത്, ഓവർഹെഡുകൾ എത്ര, ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടു പ്രൊവൈഡ് നെസസറി ഡേറ്റ ഫോർ ഫിക്സിംഗ് ദ സെല്ലിംഗ് പ്രൈസ്. ഞാൻ തുടക്കത്തിലെ ആ ഒരു റിലേഷൻ പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് കണക്ട് ചെയ്യാനാണ്. എങ്ങനെയാണ് സെല്ലിംഗ് പ്രൈസിൻ്റെ കണക്ഷനിലോട്ട് വരുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ കോസ്റ്റിൻ്റെ റിലവൻസ് എന്താണെന്നുള്ളത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു അല്ലേ. കോസ്റ്റ് കൂടിയാൽ അല്ലേ നമുക്കവിടെ പ്രോഫിറ്റ് കുറയും അല്ലേ. അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിൽ തന്നെയാണ്, കോസ്റ്റിൻ്റെയും പ്രോഫിറ്റിൻ്റെയും ബേസിലാണ് സെല്ലിംഗ് പ്രൈസ് അവിടെ ഫിക്സ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ടു അസർട്ടൈൻ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഈച്ച് പ്രോഡക്റ്റ് ആൻഡ് അഡ്വൈസ് ദ മാനേജ്മെൻറ്റ് ടു ഹൗ ടു മാക്സിമൈസ് ദീസ് പ്രോഫിറ്റ് അല്ലേ. നമുക്ക് എന്താണ് കോസ്റ്റ് എത്ര, പ്രോഫിറ്റ് എത്ര, അതിനനുസരിച്ച് നമുക്ക് എങ്ങനെ അവിടെ കോസ്റ്റ് കുറച്ചുകൊണ്ട് പ്രോഫിറ്റ് എങ്ങനെ നമുക്ക് മാക്സിമൈസ് ചെയ്യാം, ഇത്തരത്തിലുള്ള ഡിസിഷനൊക്കെ നമ്മൾ എന്തിൻ്റെ ബേസിൽ തന്നെയാണ് എടുക്കുന്നത്, ഈ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ്റെ ബേസിൽ തന്നെയാണ്. സോ അസർട്ടൈൻ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഈച്ച് പ്രോഡക്റ്റ് ആൻഡ് അഡ്വൈസ് ദ മാനേജ്മെൻറ്റ് ടു ഹൗ ടു മാക്സിമൈസ് ദീസ് പ്രോഫിറ്റ്. To supply estimates of cost based on historical data for the preparation of tenders etc. ഇപ്പം നമുക്കിപ്പോൾ നമ്മൾ ഒരു ന്യൂലി സ്റ്റാർട്ടപ്പ് അല്ല, ഓൾറെഡി നമ്മൾ മുൻ വർഷങ്ങളിൽ പ്രൊഡക്ഷൻ പ്രോസസ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് നമ്മൾ എന്ത് ചെയ്യും, പ്രൈസ് ഫിക്സേഷൻ അല്ലെങ്കിൽ കോസ്റ്റ് ഡിറ്റർമിനേഷന് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലേ. അതാണ് ഇവിടെ പറയുന്നത്, സപ്ലൈ എസ്റ്റിമേറ്റ്സ് ഓഫ് കോസ്റ്റ് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് tenders etc. Then to provide important cost data to the management for decision making, planning, controlling. ഇപ്പോൾ ഓർഗനൈസേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് അത് എന്തിൻ്റെ ബേസിലായിരിക്കും, അവിടുത്തെ പ്രോഫിറ്റ് എങ്ങനെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാം, എങ്ങനെ വെൽത്ത് മാക്സിമൈസ് ചെയ്യാം എന്നുള്ളതായിരിക്കും ഒരു മാനേജ്മെൻറ്റ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ആ ഒരു എല്ലാം ബേസ് എന്താണ്, ഇതെല്ലാം വന്ന് നിൽക്കുന്നത് എന്നിൽ തന്നെയാണ്, കോസ്റ്റിൽ തന്നെയാണ്. സോ അതാണ് അവിടെ ഒരു ബേസിക് ആയിട്ട് നിൽക്കുന്നത്. അതിലാണ് ബാക്കി നമ്മൾ അതെങ്ങനെ കോസ്റ്റ് എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു, അതിൻ്റെ ബേസിലാണ് അവിടെ പ്രോഫിറ്റ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അതിൻ്റെ ബേസിലാണ്, പ്രോഫിറ്റിൻ്റെ ബേസിലാണ് ഓർഗനൈസേഷൻ്റെ വളർച്ചയും ഗ്രോത്തും
ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം കണക്റ്റഡ് ആണ്. സോ അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് അവിടെ ഓർഗനൈസേഷനകത്തെ പ്ലാനിങ് കൺട്രോളിങ് ആക്ടിവിറ്റീസുകളെല്ലാം കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ്റെ ബേസിലായിരിക്കും. To adopt a suitable system of inventory control to avoid excessive locking up of working capital in stocks. ഇതെന്ന് പറയുന്നത് ഇവിടെ എന്താ പറയുന്നത്, അപ്പോൾ നമുക്കിവിടെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുക. അത് നേരത്തെ പറഞ്ഞ പോലെ 10 രൂപയാണ് കോസ്റ്റ് എങ്കിൽ നമുക്കത് എങ്ങനെയാണ് 8 രൂപയിൽ എത്തിക്കുക എന്ന് ചോദിച്ചാൽ, ഈ ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് കോസ്റ്റ്, അത് ചിലപ്പം മെറ്റീരിയൽ ആവാം, റോ മെറ്റീരിയൽ ആവാം, അത് എന്താണ് ലേബേഴ്സിന് നമ്മൾ കൊടുക്കുന്ന വേജസ് ആവാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താണ് വളരെ കൂടുതലാണ് എങ്കിൽ നമ്മുടെ കോസ്റ്റും എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി കൂടും. അതുപോലെ തന്നെ നമ്മൾ സ്റ്റോക്ക്, ഇപ്പോൾ റോ മെറ്റീരിയൽസ് നമ്മൾ ഒരുപാട് സ്റ്റോക്ക് ചെയ്യുവാണ്, പ്രൊഡക്ഷൻ ആവശ്യം ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ളതിനേക്കാളും നമ്മൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യുകയാണെന്ന് വെച്ചോ, ശരിക്കും ആ ഒരു കമ്പനിക്ക് അത്, ആ മാനുഫാക്ചറിങ് കമ്പനിക്ക് അത് നഷ്ടമാണ്. കാരണം ചില രീതിയിൽ ചിലതൊക്കെ ചീത്തയായി പോവാം. അതുപോലെ തന്നെ നമുക്കവിടെ ഒരുപാട് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ, നമ്മുടെ ഫണ്ട് ഈ ഒരു റോ മെറ്റീരിയൽ പർച്ചേസിങ്ങിൽ മുടക്കി നമുക്കവിടെ ഫണ്ട് ഷോർട്ടേജും വരാം. അപ്പോൾ എപ്പോഴും നമുക്ക് എന്താണ്, എത്രയാണ് നമുക്ക് പ്രൊഡക്ഷൻ ആവശ്യം, അതിനാവശ്യമായ സ്റ്റോക്ക് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, കീപ്പ് ചെയ്താൽ മതി. അപ്പോൾ അത്തരത്തിൽ കോസ്റ്റ് അക്കൗണ്ടിങ് അത്തരത്തിലുള്ള ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക്സുകളും പറയുന്നുണ്ട്. എങ്ങനെ നമുക്ക് ഈ ഒരു ഓവർ സ്റ്റോക്കിങ് അല്ലെങ്കിൽ അണ്ടർ സ്റ്റോക്കിങ് എങ്ങനെ നമുക്ക് മാറ്റാം, ഈ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള ഒരു എന്താണ് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ഒരു സപ്ലൈ എങ്ങനെ സാധ്യമാക്കാം, അത്തരത്തിലുള്ള ടെക്നിക്സുകളെല്ലാം എവിടെ പറയുന്നുണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പറയുന്നുണ്ട്. സോ സ്യൂട്ടബിൾ സിസ്റ്റം ഓഫ് ഇൻവെൻട്രി കൺട്രോൾ സിസ്റ്റം എന്താണ് ഇവിടെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്തെന്താ പറയുക, ടു ഐഡന്റിഫൈ ദ സോഴ്സസ് ഓഫ് വേസ്റ്റേജ് ആൻഡ് ലോസസ് ഇൻ ദ ബിസിനസ്. അടുത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വേസ്റ്റേജ്, ഇല്ലേ? ഇപ്പം നമ്മൾ തന്നെ ആലോചിക്കുക, നമ്മൾ ഒരു പ്രോഡക്റ്റ് ഒരു അല്ലെങ്കിൽ ഒരു വീട്ടിലൊരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനുള്ള സാധനങ്ങൾ വാങ്ങുന്നു. നമുക്ക് അതിൽ ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റി എടുത്ത് വാങ്ങുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഐറ്റം പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിമൈനിങ് പോർഷൻ അടുത്തൊരു തവണത്തേക്ക് മാറ്റി വയ്ക്കാൻ സാധിക്കും, ഇല്ലേ? അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിലുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്കുള്ള റിസോഴ്സസ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ നമുക്ക് മാക്സിമം ബെനിഫിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഈ പറയുന്ന വളരെ ചെറിയ ലോസ് ഒന്നുമല്ല, പ്രോപ്പറായിട്ട് നമ്മൾ കോസ്റ്റ് കൺട്രോൾ ചെയ്തില്ലെങ്കിലും നമ്മുടെ റിസോഴ്സസ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തില്ലെങ്കിലും വേസ്റ്റേജ് ഉണ്ടാവുകയാണെങ്കിൽ ഹ്യൂജ് ലോട്ടത് കടക്കാം. സോ ടു ഐഡന്റിഫൈ സോഴ്സസ് ഓഫ് വേസ്റ്റേജ്, അപ്പോൾ എവിടെയാണ് ആ വേസ്റ്റേജ്, എങ്ങനെയാണ് അത് പ്രിവെൻറ്റ് ചെയ്യേണ്ടത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് മാറ്റാനുള്ള സ്റ്റെപ്പുകൾ എടുക്കുകയും ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ എ പാർട്ട് ഓഫ് കോസ്റ്റിംഗ് ആണ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ദെൻ ടു ഹെൽപ്പ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ, നമ്മൾ ബഡ്ജറ്റും അതുപോലെ തന്നെ ബഡ്ജറ്ററി കൺട്രോളും എന്താണ് പ്രിപ്പയർ ചെയ്യാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. To compare actual cost with the standard cost and analyze the causes of variance. അപ്പോൾ ഇവിടെ നമുക്കൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത്ര രൂപയായിരിക്കും കോസ്റ്റ് എന്ന് വെച്ച് നമ്മൾ കോസ്റ്റിനെ പ്രീഡിറ്റർമൈൻ ചെയ്യും, അല്ലേ? ഇന്നത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എന്താണ് കോസ്റ്റാണ് അവിടെ ആവുന്നത് എന്നുള്ള ഒരു പ്രീഡിറ്റർമിനേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രോഡക്റ്റ് നമ്മളവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്ത ആ ഒരു സ്റ്റാൻഡേർഡിലായിരിക്കില്ല ചിലപ്പോൾ നിൽക്കുന്നത്. ചിലപ്പോൾ നമ്മൾ എന്താണോ ഡിറ്റർമൈൻ ചെയ്തത് അതിനേക്കാളും കൂടാം, ചിലപ്പോൾ അതിനേക്കാളും കുറയാം. നമ്മളിപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ ഒരു റേഞ്ച് എക്സ്പെൻഡിച്ചറാണ് അല്ലെങ്കിൽ ഈ ഒരു എമൗണ്ട് ഓഫ് കോസ്റ്റ് ആണ് ആകുന്നത് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്നു. പക്ഷേ പ്രൊഡക്ഷൻ കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും ബിസിനസ്സുകാർക്ക് എന്താ പറ്റുക, ആ എക്സ്പെൻഡിച്ചർ അവരുടെ കയ്യിൽ നിൽക്കണമെന്നില്ല, അല്ലേ? വിചാരിച്ചതിനേക്കാളും കൂടുതൽ എക്സ്പെൻസ് അവിടെ ഇൻകേർഡ് ആവാം. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ടു കമ്പയർ ആക്ച്വൽ കോസ്റ്റ് വിത്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് അനലൈസ് ദ വേരിയൻസ്, അല്ലേ? അപ്പം നമ്മൾ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡും ആക്ച്വലി ഇൻകേർഡ് ആയതും തമ്മിൽ എന്ത് വരാം, വേരിയൻസസ് വരാം. അത് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാമെന്നുള്ളതും എന്ത് ചെയ്യാം, നമുക്കിതിൽ കോസ്റ്റ് അക്കൗണ്ടിങ് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ വേരിയൻസ്
എന്ത് ചെയ്യാൻ, അത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് അതിൻ്റെ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then to advise the management on future expansion policies and proposed capital projects. അല്ലെ, മാനേജ്മെൻറ്റിൻ്റെ ഫ്യൂച്ചർ പ്രോജക്റ്റുകളും പ്രപ്പോസൽസും ഒക്കെ എന്തിൻ്റെ ബേസിൽ തന്നെയായിരിക്കും? കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ബേസിലും. അതിലൊരു ഇമ്പോർട്ടൻ്റ് എന്തുണ്ട്, ആ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് ആ ഒരു ഭാഗത്തുണ്ട്. ടു എക്സസൈസ് എഫക്റ്റീവ് കൺട്രോൾ ഓൺ ദ ഐഡിയൽ ടൈം ഓഫ് ടു എക്സസൈസ് എഫക്റ്റീവ് കൺട്രോൾ ഓൺ ദ ഐഡിയൽ ടൈം ഓഫ് മെൻ ആൻഡ് മിഷനറി. ഇപ്പം നമ്മൾ ഒരു ഓർഗനൈസേഷനകത്ത് മെൻ ആയിക്കോട്ടെ മിഷനറി ആയിക്കോട്ടെ, അത് യൂസ് ചെയ്യാതെ ഇരിക്കുക, എന്നാൽ നമുക്കതിന് ആ ഒരു പർട്ടിക്കുലർ സോഴ്സ് അക്യൂർ ചെയ്യുന്നതിൽ നമുക്ക് അവിടെ ചിലവ് എക്സ്പെൻഡിച്ചർ ഉണ്ടാകുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു മാസം മിഷനറിയുടെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പോലെയുള്ള ചിലവുകളോ അല്ലെങ്കിൽ അതിൻ്റെ അതർ മെയിൻ്റെനൻസ് ചാർജുകൾ നമ്മൾ മിഷനറിക്ക് നമുക്ക് കൊടുക്കുന്നുണ്ട്. ലേബേഴ്സിന് പ്രോപ്പറായിട്ട് നമ്മൾ അവർക്ക് വേജസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വേജസ് കൊടുത്തിട്ട് ഒരു ലേബറിനെ നമ്മളവിടെ ഹയർ ചെയ്യുകയും എന്നാൽ അയാൾ അവിടെ ഒരു പ്രൊഡക്ടിവിറ്റി കാണിക്കുന്നില്ല അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ആ ഒരു ലേബർ ഫോഴ്സ് അവിടെ ഉപയോഗിക്കുന്നില്ല എങ്കിൽ അതൊരു കമ്പനിയെ സംബന്ധിച്ച്, ഒരു മാനുഫാക്ചറിങ് കമ്പനിയെ സംബന്ധിച്ച് നഷ്ടമാണ് അല്ലേ? കാരണം അയാൾ അവിടെ പെയ്ഡ് ചെയ്യപ്പെടുകയാണ് അല്ലേ? കമ്പനിക്ക് അത്തരത്തിലൊരു ലേബറിനെ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ട് ഒരു എക്സ്പെൻഡിച്ചർ അവിടെ ഇൻകോർഡ് ആവുന്നുണ്ട്. പക്ഷേ ആ ഇൻകോർഡായ എക്സ്പെൻഡിച്ചറിന് തുല്യമായിട്ടുള്ളതോ അതിൽ കൂടുതലായോ ചെയ്യുന്നില്ല, ബെനിഫിറ്റ് നമുക്കവിടെ കിട്ടുന്നില്ല അല്ലേ? അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ ഐഡിയൽ ടൈം എന്ന് മീൻ ചെയ്യുന്നത്. അതായത് ഓർഗനൈസേഷൻ ആ ഒരു ടൈം ചെയ്യുന്നുണ്ട്, ആ ഒരു ടൈമിനുള്ള എക്സ്പെൻസ് അവിടെ ഇൻകോർഡ് ആവുന്നുണ്ട്. പക്ഷേ അതിന്മേൽ കിട്ടുന്നില്ല, ബെനിഫിറ്റുകളൊന്നും കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മൾ ഒരു കമ്പനിയിൽ ജോലിയൊന്നും ചെയ്യാതെ വെറുതെ ഒരു വർക്കിംഗ് ടൈമിൽ ഒരു വർക്കർ വെറുതെ ഇരിക്കുവാണെങ്കിൽ അയാൾ അത് ഐഡിയൽ ടൈമാണ് അല്ലേ? ഐഡിയൽ ടൈമാണ്. സോ അപ്പോൾ അത് ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഐഡിയൽ ടൈം നോർമൽ ഒരു ടീ ബ്രേക്കൊക്കെ ആവാം. അതിനപ്പുറം ഐഡിയൽ ടൈം അവിടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. ഓർഗനൈസേഷൻ്റെ കോസ്റ്റ് അവിടെ ഇൻക്രീസ് ചെയ്യുകയാണ്. സോ അപ്പോൾ അതുകൊണ്ടാണ് അവിടെ മെൻ മിഷനറി ഐഡിയൽ ടൈം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അത് എഫക്റ്റീവായിട്ട് കൊണ്ടുപോകണം. ടു സപ്ലൈ യൂസ്ഫുൾ ഡേറ്റ ടു ദ മാനേജ്മെൻറ്റ് ടു ടേക്ക് ഡിസിഷൻ സച്ച് ആസ് ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂ പ്രോഡക്റ്റ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തു, അതിൻ്റെ കോസ്റ്റും അതുപോലെ തന്നെ അത് നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് അത് മാർക്കറ്റിൽ സെല്ല് ചെയ്യാൻ പറ്റി. സോ ആ ഒരു സ്ട്രാറ്റജി നമ്മൾ വിജയിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ നമുക്ക് എങ്ങനെയാണ് നമ്മളവിടെ കോസ്റ്റ് കൺട്രോളും അതുപോലെ തന്നെ നമ്മൾ കോസ്റ്റ് മാനേജ്മെൻറ്റും ഒക്കെ എങ്ങനെയാണോ മുന്നോട്ട് കൊണ്ടുപോയത്, ആ ഒരു കോൺഫിഡൻസിൽ നമുക്ക് പുതിയ പുതിയ പ്രോഡക്ട്സുകൾ അവർ ലോഞ്ച് ചെയ്യും അല്ലേ? അപ്പോൾ ഒന്ന് ചെയ്ത് പാളിപ്പോയാൽ നമ്മൾ അടുത്തതിലേക്ക് പോയില്ല. അപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ വളരെ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി, മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. സോ അതിൻ്റെ ഒരു ബാക്കപ്പിൽ തന്നെ നമ്മൾ പുതിയ പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ആർക്കുണ്ടാവും? മാനേജ്മെൻറ്റിനുണ്ടാവും അല്ലേ? സോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഇത്രയൊക്കെയാണ് മാനേജ്മെൻറ്റിൻ്റെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത്. സോ ഒബ്ജക്റ്റീവ്സ് എല്ലാ ഏരിയാസും, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എല്ലാ ഏരിയാസും കവർ ചെയ്തുകൊണ്ടാണ്. എന്തിനാണ് കോസ്റ്റ് അക്കൗണ്ടിങ്, ഏതൊക്കെ ഏരിയാസിൽ കവർ ചെയ്യുന്നുണ്ട്, അപ്പം അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് പോയിന്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെ ഭാഗത്ത് അതിന് ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലായല്ലോ. സോ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ടേം, അപ്പോൾ ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് ഒന്ന് മനസ്സിലാക്കി വച്ചിരിക്കുക. കാരണം നമുക്കൊരു ഡിസ്ക്രിപ്റ്റീവ് മോഡൽ ചോദ്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യണം, അത്തരത്തിലൊരു ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. കോസ്റ്റ് സെൻറ്റർ. എന്താണ് കോസ്റ്റ് സെൻറ്റർ? കോസ്റ്റ് സെൻറ്റർ ഈസ് എൻ ഓർഗനൈസേഷണൽ സബ് യൂണിറ്റ് ഫോർ വിച്ച് കോസ്റ്റ് ഈസ് കളക്റ്റഡ് സെപ്പറേറ്റ്ലി. അപ്പം ഓർഗനൈസേഷനകത്തുള്ള ഒരു സെപ്പറേറ്റഡ് ഒരു വിങ് എന്നോ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റഡ് ആക്ടിവിറ്റി എന്നോ നമുക്ക് കോസ്റ്റ് സെൻറ്ററിനെ ടേം ചെയ്യാം. സോ കോസ്റ്റ് സെൻറ്റർ ഈസ് എൻ ഓർഗനൈസേഷണൽ സബ് യൂണിറ്റ്.
എന്താണ് അവിടുത്തെ വിച്ച് ഇസ് റെസ്പോൺസിബിൾ, എന്താണ് ഒരു കോസ്റ്റ് സെൻറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി, എന്താണ് കോസ്റ്റ് എല്ലാം അസർട്ടൈൻ ചെയ്ത് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് കോസ്റ്റ് സെൻറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എ കോസ്റ്റ് സെൻറ്റർ ഈസ് എ ലൊക്കേഷൻ ഓർ എ പേഴ്സൺ ഓർ എ ഐറ്റം ഓഫ് എക്യുപ്മെൻറ്റ്, അല്ലെങ്കിൽ ഇതെല്ലാം ചേർന്നതാവാം, for which cost may be ascertained and used for the purpose of cost control. അല്ലേ, ഇപ്പം നമുക്ക് കോസ്റ്റ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള കോസ്റ്റുകളാണ് അവിടെ ഇൻകേർഡ് ആവുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അല്ലേ, നമുക്ക് കോസ്റ്റ് കുറയ്ക്കാമെന്നുള്ളതിന് പുറമെ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്, എന്തൊക്കെ ടൈപ്പ് കോസ്റ്റുകളാണ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള കോസ്റ്റുകളെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, അസർട്ടൈൻ ചെയ്യുക, കളക്ട് ചെയ്യുക എന്നുള്ളതാണ് കോസ്റ്റ് സെൻറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു പേഴ്സണിൻ്റെ റെസ്പോൺസിബിലിറ്റി ആവാം, അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ തന്നെ ഒരു സബ് യൂണിറ്റ് ഉണ്ടാവാം, അതിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനോ അല്ലെങ്കിൽ പേഴ്സണോ അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ഗ്രൂപ്പോ ആയിരിക്കും ഈ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരിക്കുന്നത്. സോ പ്രധാനമായിട്ടും എന്താണ് അവിടെ ചെയ്യുന്നത്, കോസ്റ്റ് കളക്ട് ചെയ്യുക, അസർട്ടൈൻ ചെയ്യുക എന്നുള്ളതാണ് കോസ്റ്റ് സെൻറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി. കോസ്റ്റ് സെൻറ്റർ പ്രൈം വർക്ക് ഈസ് ടു ചെക്ക് ദ കോസ്റ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ ആൻഡ് ടു ലിമിറ്റ് ദ അൺവാണ്ടഡ് എക്സ്പെൻഡിച്ചർ ദാറ്റ് ദ കമ്പനി മേ അക്വയർ. ദീസ് കോസ്റ്റ് ആർ ജനറലി മോണിറ്റേർഡ് ബൈ അനലൈസിങ് ആൻഡ് ഡിഡക്റ്റിംഗ് ദ ആക്ച്വൽ കോസ്റ്റ് ഇൻകേർഡ് വിത്ത് ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ്. അപ്പോൾ നമ്മൾ എത്രയാണ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്, എത്രയാണ് ആക്ച്വൽ വന്നിട്ടുള്ളത്, അതിൻ്റെ വേരിയൻസ് എങ്ങനെ വന്നു, അതെങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാം, എന്തൊക്കെയാണ് അവിടെ അൺവാണ്ടഡ് ആയിട്ട് അവിടെ വന്നിട്ടുള്ള കോസ്റ്റുകൾ എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കോസ്റ്റ് സെൻറ്റർ മുഖേന മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, സോ ഇറ്റ്സ് എ ഓർഗനൈസേഷണൽ സബ് യൂണിറ്റ് എന്നാണ് വെച്ച് റെസ്പോൺസിബിൾ. എന്തിനാണ് അവിടെ അവരുടെ പ്രധാന റെസ്പോൺസിബിലിറ്റി എന്ത് തന്നെയാണ്, അതെ, കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് പ്രോഫിറ്റ് സെൻറ്റർ ആണ്. പ്രോഫിറ്റ് സെൻറ്റർ ഈസ് അറ്റ് സെഗ്മെന്റ് ഓഫ് ആക്ടിവിറ്റി ഓഫ് എ ബിസിനസ് വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ബോത്ത് റവന്യൂ ആൻഡ് എക്സ്പെൻസ് ആൻഡ് ഡിസ്ക്ലോസ് ദ പ്രോഫിറ്റ് ഓഫ് എ പെർട്ടിക്കുലർ സെഗ്മെന്റ് ഓഫ് ആക്ടിവിറ്റി. അവിടെ കോസ്റ്റ് ആണ് അസർട്ടൈൻ ചെയ്യുന്നതെങ്കിൽ പ്രോഫിറ്റ് സെൻറ്ററിൽ പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യുകയാണ്. നമുക്ക് എങ്ങനെയാണ് പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യാൻ പറ്റുക, ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണ് പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യുന്നത്, അതെ, റവന്യൂ എത്രയാണ്, എത്ര എക്സ്പെൻഡിച്ചർ എത്ര ഇൻകേർഡായി എന്ന് മനസ്സിലാക്കിയാണ് പ്രോഫിറ്റിലോട്ട് എത്തുന്നത്. എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാവുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. എപ്പോഴാണ് എക്സ്പെൻഡിച്ചറിനേക്കാളും റവന്യൂ കൂടുകയാണെങ്കിൽ അവിടെ പ്രോഫിറ്റും, തിരിച്ച് എക്സ്പെൻഡിച്ചറാണ് കൂടി നിൽക്കുന്നതെങ്കിൽ അവിടെ ലോസുമായിരിക്കും ഉണ്ടാവുക. സോ ഇവിടെ ഒരു പ്രോഫിറ്റ് സെൻറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ റവന്യൂവും എക്സ്പെൻഡിച്ചറും എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുകയും പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യുകയും ചെയ്യുന്നു, അല്ലേ. സോ വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ ബോത്ത് റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ആൻഡ് ഡിസ്ക്ലോസ് ദ പ്രോഫിറ്റ് ഓഫ് എ പെർട്ടിക്കുലർ സെഗ്മെന്റ് ഓഫ് ആക്ടിവിറ്റി. Profit centers are created to delegate the responsibility to individual and measures their performance. അപ്പോൾ നമുക്കൊരു ഓവറോൾ പ്രോഫിറ്റ് അസർട്ടൈൻമെൻ്റ് അല്ല ഇവിടെ, നമുക്ക് ഓരോ സെഗ്മെൻറ്റ് ഓഫ് ആക്ടിവിറ്റിയിലും നമുക്ക് എത്രത്തോളം പ്രോഫിറ്റബിൾ ആണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പ്രോഫിറ്റ് സെൻറ്റർ ത്രൂ മനസ്സിലാക്കാൻ സാധിക്കും. സോ ഈ രണ്ട് യൂണിറ്റുകൾ ഓർഗനൈസേഷനിലുണ്ട്, പ്രോഫിറ്റ് സെൻറ്റർ അതുപോലെ തന്നെ കോസ്റ്റ് സെൻറ്റർ. So here is a difference between profit center and cost center. ഇവിടെ പ്രൈമറി ഗോൾ എന്താണ്, മാക്സിമൈസ് പ്രോഫിറ്റ്. കോസ്റ്റ് സെൻറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തായിരിക്കും, എങ്ങനെ കോസ്റ്റ് കുറയ്ക്കാം, റെഡ്യൂസ് ചെയ്യാം, കോസ്റ്റ് കൺട്രോൾ എങ്ങനെ സാധ്യമാക്കാമെന്നുള്ളതാണ്. സോ ഇറ്റ്സ് പ്രോഫിറ്റ് സെൻറ്റർ ജനറേറ്റ് റവന്യൂ, ഡസ് നോട്ട് ഡയറക്ട്ലി ജനറേറ്റ് റവന്യൂ. കോസ്റ്റ് മാത്രമേ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. അവിടെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നില്ല, റവന്യൂവുമായിട്ട് ഡിഫറൻഷിയേറ്റും ചെയ്യുന്നില്ല. എക്സ്പെൻസസ് ഇവിടെ പ്രോഫിറ്റ് സെൻറ്ററിലും എക്സ്പെൻസസ് റവന്യൂ ഇവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ കോസ്റ്റ് സെൻറ്ററിൽ എക്സ്പെൻസസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ ഇൻകേർഡ് ആവുന്നുള്ളൂ. അക്കൗണ്ടബിലിറ്റി, അക്കൗണ്ടബിൾ ഫോർ ബോത്ത് റവന്യൂ ആൻഡ് എക്സ്പെൻസ്. എന്തുകൊണ്ടാണ്, കാരണം അത് രണ്ടും അറിഞ്ഞാൽ മാത്രമല്ലേ പ്രോഫിറ്റിലോട്ട് എത്താൻ പറ്റുള്ളൂ. കോസ്റ്റ് സെൻറ്ററിൽ കോസ്റ്റ് മാത്രമേ അവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ, റവന്യൂ ഒന്നും തന്നെ അവിടെ കൺസിഡർ ചെയ്യുന്നില്ല.
അവിടെ അതുകൊണ്ട് തന്നെ അക്കൗണ്ടബിൾ ഓൺലി ഫോർ എക്സ്പെൻസസ്. ഡിസിഷൻ മേക്കിംഗ്, more autonomy in decision making related to both revenue and cost. Limited autonomy focused on cost control. പ്രോഫിറ്റ് സെന്റർ എന്ന് പറയുമ്പോൾ നമ്മൾ കോസ്റ്റ് സെന്റർ വെച്ച് നോക്കുമ്പം കുറച്ചുകൂടെ എന്താണ് സ്കോപ്പ് കൂടുതലാണ്. കാരണം അവിടെ റവന്യൂവും എക്സ്പെൻസും അവിടെ നമ്മൾ അനലൈസ് ചെയ്യുകയും ഒരു ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന്റെ സ്കോപ്പ് കൂടുതലാണ്. പക്ഷെ കോസ്റ്റ് സെന്ററിൽ അതൊരു ബേസ് ആയിട്ട് നിൽക്കുകയാണ്. കോസ്റ്റ് സെന്റർ ഉണ്ടെങ്കിലേ പ്രോഫിറ്റ് സെന്റർ വർക്ക് ആവത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ കോസ്റ്റ് സെന്ററിൽ എന്താണ്, അവിടെ നമ്മൾ കോസ്റ്റ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കോസ്റ്റ് കൺട്രോൾ, എങ്ങനെ ഹൗ ടു റെഡ്യൂസ് കോസ്റ്റ് എന്നുള്ളത് മാത്രമാണ് അവർ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ദെൻ പെർഫോമൻസ് മെഷർമെന്റ്, പ്രോഫിറ്റബിലിറ്റി, നെറ്റ് പ്രോഫിറ്റ് ആണ്. ഇവിടെ നമുക്ക് എന്താണ് എഗെയിൻ എത്ര സ്റ്റാൻഡേർഡ് കോസ്റ്റ് എത്രയാണ്, നമ്മൾ മുൻകൂട്ടി സെറ്റ് ചെയ്ത കോസ്റ്റും ആക്ച്വലി ഇൻകോർഡ് ആയ കോസ്റ്റും തമ്മിൽ വേരിയൻസ് ഉണ്ടോ ഇല്ലേ, വേരിയൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ വേരിയൻസ് എങ്ങനെ ഓവർകം ചെയ്യാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും എന്തിൽ പറയുക, കോസ്റ്റ് സെൻറ്ററിൽ പറയുക. അപ്പോൾ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരേ കാര്യം ഇങ്ങനെ പറയുന്നതല്ല, എല്ലാ കേസിലും നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഫോക്കസ് ചെയ്യുന്നത് കോസ്റ്റ് റിലേറ്റഡ് കാര്യങ്ങളാണ്. അത് കോസ്റ്റ് കൺട്രോള്, അതുപോലെ തന്നെ എങ്ങനെ ഹൗ ടു റിഡ്യൂസ് കോസ്റ്റ്, എങ്ങനെ നമുക്ക് ആ വേരിയൻസ് എങ്ങനെ ഓവർകം ചെയ്യാം, ഇത്തരത്തിലുള്ള എങ്ങനെ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കോസ്റ്റ് സെൻറ്ററിൽ ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് കുറച്ചുകൂടെ ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റി, ആ പ്രോഫിറ്റബിലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് മാനേജ്മെൻറ്റ് എടുക്കുന്ന ഡിസിഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രോഫിറ്റ് സെൻറ്ററിൽ വരും. സോ ഫോർ എക്സാമ്പിൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രോഡക്റ്റ് ലൈൻസ്, ബിസിനസ് യൂണിറ്റ്സ് ഒക്കെ പ്രോഫിറ്റ് സെൻറ്ററിൻ്റെ ബേസിലായിരിക്കും. ഇവിടെ എന്താണ് HR ഡിപ്പാർട്ട്മെൻറ്റ്, അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, മെയിൻ്റനൻസ് ഒക്കെ കോസ്റ്റ് സെൻറ്ററിലാണ്. ഇമ്പാക്റ്റ് ഓൺ ഓർഗനൈസേഷൻ, ഡയറക്റ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ഓവറോൾ ഓർഗനൈസേഷൻ പ്രോഫിറ്റ്. ശരിക്കും ഇവിടെ ഒരു ഡയറക്റ്റ് ഇമ്പാക്റ്റ് ആണ്. നമുക്ക് ഓരോ സെഗ്മെന്റ് ഓഫ് ആക്ടിവിറ്റിയിൽ നമുക്കിവിടെ പ്രോഫിറ്റ് എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ബോത്ത് റവന്യൂ ആൻഡ് എക്സ്പെൻസ് ഇവിടെ കമ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പാർട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു ഓവറോൾ റിസൾട്ട് കോസ്റ്റ് സെൻറ്റർ എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. സോ ഇൻഡയറക്ട്ലി കോൺട്രിബ്യൂട്ടഡ് ബൈ സപ്പോർട്ടിങ് ദ റവന്യൂ ജനറേഷൻ. എക്സ്പെൻഡിച്ചർ ഉണ്ടായാൽ മാത്രമല്ലേ അവിടെ റവന്യൂ ഉണ്ടാവത്തുള്ളൂ. സോ ഇതിൻ്റെ എല്ലാം ബേസ് കോസ്റ്റ് സെൻറ്റർ ആണെങ്കിലും അവിടെ ഒരു ഓവറോൾ പെർഫോമൻസ് അല്ലെങ്കിൽ ഓവറോൾ റിസൾട്ട് അവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല. ദെൻ മാനേജർ ഫോക്കസ്, റവന്യൂ ജനറേഷൻ, കോസ്റ്റ് കൺട്രോൾ, മാർക്കറ്റ് ഷെയർ. അപ്പം ഇവിടെ എന്താണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, എന്താണ് റവന്യൂ ജനറേഷൻ ആണ്. ഇറ്റ്സ് ഓൾസോ കോസ്റ്റ് കൺട്രോളും അവിടെ ഒരു എലമെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. കാരണം എന്നാലും നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ ഏൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് മാനേജേഴ്സ് ഫോക്കസ് അല്ലെങ്കിൽ മാനേജ്മെന്റിന് ഊന്നൽ കൊടുക്കുന്ന ഏരിയാസ് ഏതൊക്കെയാണ് പ്രോഫിറ്റ് സെൻറ്ററിൽ? റവന്യൂ ജനറേഷൻ, കോസ്റ്റ് കൺട്രോൾ, മാർക്കറ്റ് ഷെയർ. ഇവിടെയാണെങ്കിലോ കോസ്റ്റ് കൺട്രോൾ, എഫിഷ്യൻലി ക്വാളിറ്റി ഓഫ് ദ സർവീസ് ആൻഡ് സപ്പോർട്ട്. അവിടെ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഹവർ കോസ്റ്റ് കുറയ്ക്കാമെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് പാടില്ല. അവിടെ നമുക്ക് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഒരിക്കലും നമുക്ക് കോസ്റ്റ് കുറച്ചാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. കസ്റ്റമർ ഓൺ ടൈം യൂസ് ചെയ്തിട്ടത് എന്ത് ചെയ്യും, തിരിച്ച് യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുമോ? ഇല്ല. സോ ക്വാളിറ്റി, ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മാത്രമേ അവിടെ നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും സാധിക്കുകയുള്ളൂ. സോ അപ്പോൾ ഒരു പ്രോഫിറ്റ് സെൻറ്റർ കണക്ട് ചെയ്യുന്ന മേഖലകൾ ഏതൊക്കെ, അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെ, അതുപോലെ തന്നെ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് നമ്മളിവിടെ പഠിച്ചത്. സോ മീനിങ്ങിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് അതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഗ്മെൻ്റ് ആണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച്. അടുത്തതായിട്ട് എലമെൻ്റ് ഓഫ് കോസ്റ്റ്. ഓക്കെ, എലമെൻ്റ് ഓഫ് കോസ്റ്റിൽ ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഡിഫറെൻറ്റ് ലെവൽസിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോസ്റ്റ് ഇൻകേർഡ് ആവുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ പ്രധാനമായിട്ട്, അതായത് കോസ്റ്റിലെ പ്രധാനപ്പെട്ട 3 എലമെൻറ്റുകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ, ഒന്ന് മെറ്റീരിയൽ, ഒന്ന് ലേബർ, മൂന്നാമത്തത് എന്താണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസുകളാണ്. അപ്പോൾ 3 അല്ലെങ്കിൽ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന കോസ്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് എലമെൻസുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ മെറ്റീരിയൽ, ലേബർ,
ഓവർ ഹെഡുകളാണ്. ഇത് മൂന്നുമാണ് നമ്മൾ എലമെന്റ് ഓഫ് കോസ്റ്റ് എന്ന് ടേം ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് എലമെന്റ് ഓഫ് കോസ്റ്റ്? മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എലമെന്റ് ഓഫ് കോസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെറ്റീരിയൽ കോസ്റ്റിനെ പറ്റിയിട്ടാണ്. നമുക്ക് നോക്കാം. മെറ്റീരിയൽ കോസ്റ്റ് ആർ വൺ ഓഫ് ദ പ്രൈം എലമെന്റ്സ് ഓഫ് ദ പ്രൊഡക്ഷൻ എക്സ്പെൻസസ് comprising all material used in manufacturing. They are separated into direct and indirect materials depending on their traceability and their importance in the manufacturing process. അപ്പം നമുക്കറിയാം, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനിഷ്യലി നമ്മൾ എന്താ ചെയ്യുക? അതിൻ്റെ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് എന്ത് ചെയ്യണം? പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ട് ആഡിക്വേറ്റ് ആയിട്ട് നമുക്ക് ലേബർ ഫോഴ്സ് വേണം. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ഇൻകേർഡ് ആവാറുണ്ട് അല്ലേ? അപ്പം അതുകൊണ്ടാണ് നമ്മൾ എലമെന്റ് ഓഫ് കോസ്റ്റിൽ മെറ്റീരിയലും ലേബറും ഓവർ ഹെഡുകളെയും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മൂന്നുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ വരുന്നത്. അപ്പോൾ ഈ മെറ്റീരിയലിൽ തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ. മെറ്റീരിയൽ ഡയറക്റ്റ് മെറ്റീരിയലും ഉണ്ട്, ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഉണ്ട്. ലേബർ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ അവിടെ വയ്ക്കാൻ പറ്റും, ഡയറക്റ്റ് ലേബറും ഇൻഡയറക്റ്റ് ലേബറും. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം മെറ്റീരിയൽ കോസ്റ്റ്, ഈ ഒരു പറയുന്ന ഒരു പ്രൈം എലമെൻ്റ് ആണ്, കോസ്റ്റിൻ്റെ ഒരു പ്രൈം എലമെൻ്റ് ആണ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഈ ഒരു മെറ്റീരിയൽ കോസ്റ്റ് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഡയറക്റ്റ് മെറ്റീരിയലിൽ നിന്നും, രണ്ട് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്നും. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു പെൻ തന്നെ നമ്മൾ വീണ്ടും എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ഈ ഒരു പേന പ്രൊഡ്യൂസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഈ ഒരു ബോഡി പാർട്സ് ഒക്കെ അല്ലേ, നമുക്ക് വളരെ ഈസി ആയിട്ട് ട്രേസ് ചെയ്യാൻ പറ്റുകയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന റോ മെറ്റീരിയൽ ആണ് എങ്കിൽ നമുക്കത് ഡയറക്റ്റ് മെറ്റീരിയലിൽ ഉൾപ്പെടുത്താം. നമുക്ക് ഈസി ആയിട്ട് ട്രേസ് ചെയ്യാൻ പറ്റുന്നതാണ് എങ്കിൽ അത് ഡയറക്റ്റ് മെറ്റീരിയലും. നമുക്ക് ഈസി ആയിട്ട് ട്രേസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ എന്നാൽ ആ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള മെറ്റീരിയലുകൾ അവിടെ ഇൻകേർഡ് ആയിട്ടും ഉണ്ട് എങ്കിൽ അതിനെ നമുക്ക് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് നമുക്ക് ടേം ചെയ്യാം. അപ്പം ട്രേസബിലിറ്റിയുടെ ബേസിലാണ് നമ്മൾ ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ നമ്മളവിടെ നിശ്ചയിക്കുന്നത് പ്രധാനമായിട്ടും. സോ ഡയറക്റ്റ് മെറ്റീരിയൽ ആർ ട്രേസബിൾ മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി ട്രേസ്ഡ് ഡയറക്ട്ലി back to the manufacturing process and contribute significantly to the total cost. They are crucial and traceable components of the finished products. അപ്പം ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. During the production of wooden furniture, timber, nails and glue are the direct materials. Their cost can be traced directly back to the കംപ്ലീറ്റഡ് ടേബിൾ. ഓക്കെ, അപ്പം നമുക്കൊരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെന്നോ അല്ലെങ്കിൽ ടേബിളോ നോക്കുമ്പോൾ ആ ടേബിളിലെ ഫർണിച്ചർ അത് പ്രധാനമായിട്ടും അത് ഉറപ്പിക്കാൻ എന്തൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള നെയിൽസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ഒരു ഫർണിച്ചർ എന്തൊക്കെ കൊണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ചോദിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് അവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ എന്തൊക്കെ ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് പറയാൻ സാധിക്കും അല്ലേ. അപ്പം അത്തരത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന മെറ്റീരിയലാണ് എന്ത്? ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻഡയറക്റ്റ് മെറ്റീരിയലിലോട്ട് നമുക്ക് പോകാം. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആർ അപ്ലൈഡ് ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ പ്രോസസ് ബട്ട് കനോട്ട് ബി ട്രേസ്ഡ് ഡയറക്ട്ലി ടു ദ എൻഡ് പ്രോഡക്റ്റ്. ദേ ആർ റിക്വയർഡ് ഫോർ പ്രൊഡക്ഷൻ ബട്ട് ആർ നോട്ട് പാർട്ട് ഓഫ് ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഇത് ആ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിൽ ഉൾപ്പെടുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഉൾപ്പെടും. ഇവിടെ എന്താണ് ഇൻഡയറക്റ്റ്ലി അപ്ലൈഡ്? നമുക്ക് മറ്റതുപോലെ ഫർണിച്ചർ ഉണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ അവിടെ ടിമ്പർ നെയിൽസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഇൻഡയറക്ട്ലി ആ പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രേസ് ചെയ്യാൻ പറ്റാത്തതാണ്. എന്താണ്? ക്ലീനിങ് സപ്ലൈസ്, മെഷീൻ ലൂബ്രിക്കൻസ് and tiny quantities of glue or nails used to maintain the machinery in a furniture manufacture are the examples of indirect materials. These expenses are split among several production divisions or output units. അതായത് ഇപ്പോൾ നമുക്ക് എന്താണ്
ലൂബ്രിക്കൻസ്. ഇപ്പം നമ്മളിവിടെ മെഷീൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് അതിൻ്റെ പ്രോപ്പർ വർക്കിംഗ് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൂബ്രിക്കൻസ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ക്ലീനിങ് സപ്ലൈസ് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ ഡയറക്റ്റ്ലി ആ ഒരു പ്രോഡക്റ്റിന് വേണ്ടി മാത്രം നമ്മൾ ഉണ്ടാകുന്ന ചിലവല്ല. ചിലപ്പം ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു മന്തിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്ട്സുകൾക്കും എന്തുണ്ടാവും, ഇത്തരത്തിലുള്ള എന്താണ് സപ്ലൈസും ലൂബ്രിക്കൻസും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ആ മെഷീനിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈസിലി ട്രേസ് ചെയ്യാൻ പറ്റുന്നതാണോ? അല്ല. ഒരിക്കലും നമ്മളൊരു പ്രോഡക്റ്റ് ഒരു ഫർണിച്ചർ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്തൊക്കെ റോ മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് അത് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്തതെന്ന് ചോദിച്ചാൽ ഒരിക്കലും നമ്മൾ ലൂബ്രിക്കൻസോ ഈ പറയുന്ന ക്ലീനിങ് സപ്ലൈസോ നമ്മൾ പറയുമോ? ഇല്ല. കാരണം അതൊന്നും നമുക്ക് ഈസിലി ട്രേസബിൾ അല്ല. പക്ഷേ ഇത്തരത്തിലുള്ള എലമെൻസുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിട്ടുണ്ട് അല്ലേ. ഇൻഡയറക്റ്റ് ആയിട്ടുള്ളതും അവിടെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എലമെൻസും അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻകോർഡ് ആയിട്ടുണ്ട്. ആ ഒരു പ്രൊഡക്ഷന് കംപ്ലീറ്റ്ലി ചിലവ് വന്നില്ല എങ്കിൽ പോലും എന്താണ് അതിൻ്റെ ഒരു സ്മോൾ പോർഷൻ എന്ത് ചെയ്യണം, ആ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവാം, ചിലവാക്കിയിട്ടുണ്ടാവാം അല്ലേ. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് മെറ്റീരിയലും തമ്മിലുള്ള വ്യത്യാസം. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഈസിലി ട്രേസബിൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡയറക്റ്റ്ലി അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തത് അല്ല അല്ലേ. പക്ഷേ എന്നാൽ നമ്മൾ ആ പ്രൊഡക്ഷൻ പ്രോസസ്സിന് ഇത്തരത്തിലുള്ള ചില എലമെൻസുകൾ യൂസ് ചെയ്യുകയും ചെയ്തു. അത് നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. So these expenses are split among several production or division or output units. കാരണം അവിടെ ഈ ക്ലീനിങ് സപ്ലൈസ് ആണെങ്കിൽ ഈ പറയുന്ന പോലെ മെഷീൻ ലൂബ്രിക്കൻസും ടിനി ക്വാണ്ടിറ്റീസ് ഓഫ് ഗ്ലൂ ഒക്കെ ഇത് കംപ്ലീറ്റ്ലി ആ ഒരു പ്രോഡക്റ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്ത് കാണത്തില്ല. നമ്മൾ ആ കുറച്ച് വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ആ പ്രോഡക്റ്റിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുള്ളൂ, യൂസ് ചെയ്തിട്ടുണ്ടാവൂ. അപ്പോൾ ഓരോ എത്ര പോർഷനാണ് യൂസ് ചെയ്തത് അത്രയും മാത്രമേ ആ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ആഡ് ചെയ്യുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ദീസ് എക്സ്പെൻസ് ആർ സ്പ്ലിറ്റ് എമംഗ് സെവറൽ പ്രൊഡക്ഷൻ. കാരണം ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിരിക്കില്ല നമ്മളത് യൂസ് ചെയ്തിട്ടുണ്ടാവുക. പല പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാനും ഈ പറയുന്ന ലൂബ്രിക്കൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റിന് എത്ര ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഇൻകോർഡ് ആയെന്നുള്ളത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യാറ്. ഓക്കെ, സോ ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. സോ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് എലമെന്റ്സ് ഓഫ് കോസ്റ്റിൽ രണ്ടാമത്തെ പ്രധാന ഘടകമാണ് ലേബർ എന്ന് പറയുന്നത്. ലേബർ ഫോഴ്സ്, ആഡിക്വേറ്റ് ലേബർ ഫോഴ്സ് ഉണ്ടെങ്കിലേ പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കത്തുള്ളൂ. സോ ദ ലേബർ കോസ്റ്റ് an important element of cost accounting involve the cost of an employee engaged in the production process. They are classified into direct labor and indirect labor depending on the whether they are easily traceable to the end of the product. As I said earlier, മെറ്റീരിയൽ പോലെ തന്നെ ഇവിടെയും ഡയറക്റ്റ് ലേബർ ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞ് നമ്മളിത് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അവിടെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെയും നമ്മൾ പറയുന്നത്. നമുക്ക് ഈസിലി ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ലേബർ, ഈസിലി നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ ഇൻഡയറക്റ്റ് ലേബർ. അതെങ്ങനെയാണ് നമുക്കതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക നോക്കാം. സോ ഹിയർ ഡയറക്റ്റ് ലേബർ it consists of those workers engaged in the producing goods or offering services directly. The expense related to the direct labor can be directly be attributed to a particular product or services. For example, എങ്ങനെയാണ് നമുക്കത് ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ ആണോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക? The employees assembling cars on the car assembly line are direct labor. They are represent direct cost related to the production of each vehicle. So the employees assembling car on the car assembly line. അപ്പോൾ അത് വളരെ അപ്പം നമുക്ക് എന്താണ് ഒരു ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിൽ ഇൻകോർഡ് ആയിട്ടുള്ള ലേബർ നമുക്ക് അവിടെ ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. സോ അത് നമുക്ക് ഡയറക്റ്റ് ലേബറിൽ കൊടുക്കാം. ഇനി ഇൻഡയറക്റ്റ് ലേബറിൽ നോക്കുകയാണെങ്കിലോ, indirect labor consists of the people assisting in the production process who do not contribute towards the creation of goods or service. They are spread over various output units or departments. For example, in a car assembly plant, wages of the maintenance crew, supervisors and quality inspectors are indirect labor cost. These are important for the production but cannot be allocated to a particular vehicle.
ഇവിടെ വെഹിക്കിളിൻ്റെ ബേസിൽ ഇവിടെ കാർ അസംബ്ലി ലൈൻ എന്നാണ് അസംബ്ലിങ് കേസിലാണ് ഇവിടെ നമുക്ക് 2 എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. കുറച്ചുകൂടെ എളുപ്പമുള്ള കേസ് നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എന്താണ് മിഷനറി വർക്ക് ചെയ്യിക്കുന്ന ഒരു ലേബറോ അല്ലെങ്കിൽ ഡയറക്റ്റ്ലി മെയ്ഡ് പ്രോഡക്ട്സുകളാണ് എങ്കിൽ അത്തരത്തിൽ പ്രൊഡക്ഷൻ പ്രോസസ്സ് നടത്തുന്ന വർക്കേഴ്സ് ഒരു സൈഡിൽ ഇരിക്കുവാണ്. ഈ വർക്കേഴ്സിന് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓരോ വിങ്ങിലും ഇവർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഓരോ വിങ്ങിലും ഇങ്ങനെ സൂപ്പർവൈസ് ചെയ്യുന്ന സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2 ടൈപ്പ് ഓഫ് വർക്കേഴ്സിനെയാണ് കാണാൻ പറ്റുന്നത്. ഒന്ന് സൂപ്പർവൈസർ, ഒന്ന് ഡയറക്റ്റ്ലി ആ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്ത് ആ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷനിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ലേബർ. പക്ഷേ ഇത് രണ്ടുപേരും 2 കാറ്റഗറിയിലാണ് വരുന്നത്. എങ്ങനെയാണ്? ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ഹാൻഡ് മെയ്ഡ് പെൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതർ എന്തെങ്കിലും ടോയ് മേക്കിംഗ് ആയിക്കോട്ടെ, അപ്പം അയാളത് ഹാൻഡ് മെയ്ഡ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു വർക്കർ എന്താണ്? ഡയറക്റ്റ് ലേബറാണ്. ബിക്കോസ് ആ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് ഡയറക്റ്റ്ലി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ലേബറാണ് അല്ലേ? എന്നാൽ ഈ വർക്കർ വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ പല വിങ്ങുകളിലും വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് സൂപ്പർവൈസ് ചെയ്യാൻ ഒരാൾ നടപ്പുണ്ടായിരിക്കും. അയാൾ എന്താണ്? ഇൻഡയറക്റ്റ് ലേബറാണ് അല്ലേ? അയാൾ എന്താണ്? ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്തൊരു സൂപ്പർവൈസർ ആണോ? അല്ല. മൊത്തത്തിൽ ഓവറാൾ ആ ഓർഗനൈസേഷൻ്റെ വർക്കുകൾ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്തിരിക്കുന്ന ആളാണ്? അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ആളാണ് സൂപ്പർവൈസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ പ്രോഡക്റ്റുമായിട്ട് ഡയറക്റ്റ്ലി എന്താണ് ആട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് എന്ത്? ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. പക്ഷേ ഈ സൂപ്പർവൈസറിൻ്റെ കോൺട്രിബ്യൂഷൻ ചെറുതാണോ? സൂപ്പർവൈസറിൻ്റെ കോൺട്രിബ്യൂഷനും ചെറുതല്ല. അതും നമുക്ക് എന്ത് തന്നെയാണ്? ഒരു എക്സ്പെൻസ് തന്നെയാണ്. പക്ഷേ അതൊരിക്കലും ആ ഒരു പ്രോഡക്റ്റുമായിട്ട് ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ അല്ല. അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം ആ ഒരു വർക്കർ ജോലി ചെയ്യുന്നുണ്ടോ, ആ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അയാളത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കാൻ വേണ്ടി ഒരാളെ വീക്ഷിക്കാൻ അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് വീക്ഷിക്കാൻ വേണ്ടി മാത്രം അല്ല ആ സൂപ്പർവൈസറിനെ എന്ത് ചെയ്തിരിക്കുന്നത്? നിയമിച്ചിരിക്കുന്നത്. സോ ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ അല്ലേ? ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ക്ലാസ് എടുക്കുന്ന ക്ലാസ് ടീച്ചറും പ്രിൻസിപ്പളും തമ്മിലുള്ളൊരു പരിപാടിയില്ലേ? അപ്പോൾ അത് നമുക്കൊരു എക്സാമ്പിളായിട്ട് എന്ത് ചെയ്യാം? പറയാം. ശരിക്കും പണിയെടുക്കുന്ന ആരാണ്? ടീച്ചേഴ്സാണ് അല്ലേ? അപ്പോൾ അതുപോലെ നമുക്ക് നമ്മുടെ ഒരു റിയൽ ലൈഫിലും അല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പല എക്സാമ്പിൾ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയാം കേട്ടോ. സോ ഡയറക്റ്റ് ലേബറും ഇൻഡയറക്റ്റ് ലേബറും ആണ്. ക്ലിയർ അല്ലേ? ദെൻ ഓവർഹെഡ് കോസ്റ്റ്. മൂന്നാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് ഓവർഹെഡ് കോസ്റ്റുകളാണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസുകളാണ് നമ്മൾ ഓവർഹെഡ് കോസ്റ്റുകളായിട്ട് നമ്മൾ പറയുന്നത്. Overhead costs are essential in cost accounting since they cover all the costs not directly attributable to the manufacturing a product or delivering a service. Overhead are further categorized into direct and indirect overheads depending on whether they can be traced easily to a particular cost center or products. അപ്പോൾ നമുക്കൊരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഉണ്ടാവുന്ന എല്ലാ ഇൻഡയറക്റ്റ് ആട്രിബ്യൂട്ട്സുകളെയും നമുക്ക് ഒറ്റ വാക്കിൽ പറയാം എന്താണ്? ഓവർ ഹെഡുകൾ എന്ന് പറയാം. എല്ലാം ഇൻഡയറക്റ്റ് ആട്രിബ്യൂട്ട്സുകൾ. അപ്പം അത് ഈ പറയുന്ന ഓവർ ഹെഡുകൾ നമ്മൾ എഗെയിൻ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് ഓവർ ഹെഡ് എന്നും ഇൻഡയറക്റ്റ് ഓവർ ഹെഡുകൾ എന്നും. നോക്കാം എന്താണ് ഡയറക്റ്റ് ഓവർ ഹെഡുകൾ. ഡയറക്റ്റ് ഓവർ ഹെഡ് ആർ expenses that can be allocated directly to the specific cost center or product. Direct overhead have a close link with the individual department or products and therefore can be easily allocated them exactly. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കാനുള്ളത് ഇൻഡയറക്റ്റ്ലി നമുക്ക് ഇപ്പോൾ ഒരു പ്രോഡക്റ്റുമായിട്ട് ഡയറക്റ്റ്ലി അസോസിയേറ്റ് ചെയ്ത ഒരു എക്സ്പെൻസ് ആണെങ്കിൽ നമുക്കതിൻ്റെ കോസ്റ്റ് എടുക്കുമ്പോൾ വളരെ ഈസിയാണ്. ഇന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത്രയും മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസസുകൾ ഡയറക്റ്റ്ലി അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ്ലി ആഡ് ചെയ്തെടുക്കാം. പക്ഷേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇലക്ട്രിസിറ്റി, ഇപ്പോൾ റെൻറ്റ്, ഇൻഷുറൻസ് ഇതുപോലത്തെ എക്സ്പെൻസസുകൾ നമുക്കുണ്ട്. ഇലക്ട്രിസിറ്റി, റെൻറ്റ്, ഇൻഷുറൻസ് ഇതുപോലത്തെ എക്സ്പെൻസസുകളുണ്ട്. അപ്പോൾ നമ്മളിത് നോക്കുമ്പോൾ ഒരിക്കലും അത് ആ ഓർഗനൈസേഷനിൽ പ്രൊഡ്യൂസ് ചെയ്ത ഒരു ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനല്ല അവിടെ ഇലക്ട്രിസിറ്റിയും റെൻറ്റും
ബാക്കി എക്സ്പെൻസസുകളൊക്കെ ഇൻകേർഡ് ആവുന്നത് ആ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനല്ല. ആ ഒരു ഓർഗനൈസേഷനിൽ ആ ഒരു ടൈം പീരീഡിൽ എത്ര ടൈപ്പ് ഓഫ് പ്രോഡക്ട്സുകൾ യൂണിറ്റ്സുകൾ പ്രൊഡ്യൂസ് ചെയ്തോ അതിനെല്ലാത്തിനും കോമൺ ആയിട്ടുള്ള എക്സ്പെൻസസ് ആണ് ഈ പറയുന്ന റെൻറ്റും എന്താണ് ഇലക്ട്രിസിറ്റിയും ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്നത് കോമൺ എക്സ്പെൻസസ് ആണ് അല്ലേ. നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ആ പ്രോഡക്റ്റിന് ഇൻഡിവിജ്വലി അസോസിയേറ്റ് ചെയ്തതല്ലാതെ കുറച്ച് കോമൺ എക്സ്പെൻസസുകൾ ഓർഗനൈസേഷനിലുണ്ടായിരിക്കും. അത് എല്ലാവരെയും ബാധിക്കും. അപ്പോൾ എത്ര യൂണിറ്റുകളുണ്ട്, എത്ര ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്താലും എല്ലാ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിലും ഈ പറയുന്ന റെൻറ്റും ഇലക്ട്രിസിറ്റി ഇൻഷുറൻസിൻ്റെയും എന്താണ് പോർഷൻ ആഡ് ചെയ്യണം. ഇല്ല, ഒരിക്കലും നമുക്ക് ഈ ഒരു ഹോൾ റെൻറ്റ് എമൗണ്ട് അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ ഒരു ഹോൾ എമൗണ്ട് നമുക്ക് ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിലോട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു കോസ്റ്റ്, ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് നമ്മൾ അസർട്ടൈൻ ചെയ്യുമ്പോൾ ആ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തത് മുതൽ ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണോ പോകുന്നത് അത് ആ കൺസ്യൂമറിൻ്റെ കയ്യിൽ എത്തുന്നത് വരെയുള്ള സ്റ്റേജസിലുള്ള ചിലവുകൾ നമ്മൾ ആഡ് ചെയ്താണ് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ആ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ ഡയറക്റ്റ്ലി അസോസിയേറ്റ് ചെയ്ത കോസ്റ്റുകൾ മാത്രമല്ല, ആ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് റെൻറ്റ് ഇലക്ട്രിസിറ്റി മുതലായ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ എന്തുണ്ടാവും, അതിൻ്റെ വിഹിതവും ആ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിലോട്ട് പോകും. ഹോൾ എമൗണ്ട് ചേർക്കാൻ പറ്റുമോ? ഇല്ല. ഒറ്റ പ്രോഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, ഇല്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു റെൻറ്റിൻ്റെ ഇപ്പം ഒരു ഫ്ലോർ ഏരിയയുടെ ഒരു 4/1 ഭാഗമായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്ന ആ ഒരു പ്രോഡക്റ്റിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റെൻറ്റിൻ്റെ 4/1 ഭാഗം കോസ്റ്റ് ഏതിലോട്ട് ആഡ് ചെയ്യും, ആ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിലോട്ട് നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ അലോക്കേഷൻ എന്ന് പറയും അതിനെ. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെ നമ്മൾ എന്ത് ചെയ്ത് ഡിവൈഡ് ചെയ്ത് പല യൂണിറ്റുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഒരിക്കലും നമുക്കിപ്പോൾ ഒരു ഹോൾ റെൻറ്റ് ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിനോടൊപ്പം നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കില്ല. കാരണം അങ്ങനെ പറ്റുമോ? ഇല്ല. എല്ലാവരും ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി റെൻറ്റ് മുതലായ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ നമ്മൾ എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കാനുണ്ട്. അലോക്കേഷനിലും അപ്പോഴ്ച്ച്മെൻറ്റിലും നമുക്കത് എങ്ങനെയാണ് അത് ഡിവൈഡ് ചെയ്യുന്നതെന്നൊക്കെ പഠിക്കാം കേട്ടോ. സോ അപ്പോൾ ഇവിടെ ആ ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ എന്തൊക്കെയാണ്, ഇപ്പോൾ നമ്മൾ ഈ എക്സ്പെൻസസുകൾ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് ഇൻഡയറക്റ്റ് ആണോ ഡയറക്റ്റ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് നമുക്ക് ഈ പറയുന്ന എന്താണ് ഓഫീസ് റെൻറ്റ്, ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്താണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. So electricity consumed by the machinery in the production department in the furniture factories direct overhead expense. അപ്പോൾ ഈ ഇൻഡയറക്റ്റിൽ തന്നെ അല്ലെങ്കിൽ ഓവർഹെഡിൽ തന്നെ നമ്മൾ ഡയറക്റ്റും ഇൻഡയറക്റ്റും എടുക്കുവാണെങ്കിൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ആ ഒരു മെഷീനറി ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് ഈസിലി ട്രേസ് ചെയ്യാൻ പറ്റുന്നതാണ്. മെഷീനറി റൺ ചെയ്യണമെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം. ഈസിലി ട്രേസബിൾ ആയിട്ടുള്ള ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സോ അതുകൊണ്ടാണ് നമുക്കിത് ഇവിടെ നമുക്കതൊരു എക്സാമ്പിളായിട്ട് കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ എന്താണ് ഡയറക്റ്റ് ഓവർഹെഡ്? ഡയറക്റ്റ് ഓവർഹെഡ് ആർ എക്സ്പെൻസ് ദാറ്റ് ക്യാൻ ബി അലോക്കേറ്റഡ് ഡയറക്ട്ലി ടു എ സ്പെസിഫിക് കോസ്റ്റ് സെൻറ്റർ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ സെൻറ്ററിന് നമുക്ക് ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ചാർജ് ചെയ്യാൻ പറ്റും. ലൈക്ക് electricity consumed by the machinery in the production department in a furniture factory. അടുത്ത നോക്കാം ഇൻഡയറക്റ്റ് ഓവർഹെഡ്. ഇൻഡയറക്റ്റ് ഓവർഹെഡ് ആർ എക്സ്പെൻസസ് ദാറ്റ് cannot be traced directly to an individual കോസ്റ്റ് സെൻറ്റർ ഓർ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് സെൻറ്റർ ബേസിൽ നോക്കുവാണെങ്കിലോ നമുക്ക് ഈസിലി ട്രേസ് ചെയ്യാൻ പറ്റാത്ത ഇൻഡയറക്റ്റ് എക്സ്പെൻസസുകളാണ് ഇൻഡയറക്റ്റ് ഓവർഹെഡ് എന്ന് പറയുന്നത്. They are spread over several departments or products and require a mechanism for allocation. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു വിങ്ങിൽ ആ ഒരു മെഷീനറി ആ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത്രയും യൂസ് ചെയ്തു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ഈ ഇലക്ട്രിസിറ്റി അല്ലാതെയുള്ള ചില ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് കൊണ്ട് അത് പല ഡിപ്പാർട്ട്മെൻറ്റ്സിലും സെക്ഷനുകളിലും സ്പ്രെഡായി കിടക്കുകയായിരിക്കും. ഒരിക്കലും നമുക്ക് ആ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റുമായിട്ട് നമുക്ക് ഡയറക്റ്റ്ലി അത് അസോസിയേറ്റ് ചെയ്യുന്നില്ല, എന്നാൽ അതിൻ്റെ ടോട്ടൽ കോസ്റ്റിൽ അത് ഇൻവോൾവ് ആവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് സാലറി, ജനറൽ ഫാക്ടറി മെയിൻ്റനൻസ്, റെൻറ്റ് ഫോർ ദ ഹോൾ മാനുഫാക്ചറിങ് പ്ലാന്റ്. ഞാൻ പറഞ്ഞു റെൻറ്റ് ഇല്ലേ, റെൻറ്റ് ശരിക്കും ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ റെൻറ്റ് കൊടുക്കുന്നത്, അല്ല ആ ഹോൾ ഓർഗനൈസേഷനാണ് റെൻറ്റ് കൊടുക്കുന്നത്. എന്നാൽ അതിൻ്റെ ഒരു പോർഷൻ ഇതിന് വരികയും ചെയ്യും. അപ്പോൾ ഇതെന്താണ്, നമുക്ക് ഈസിലി ട്രേസ് ചെയ്യാൻ പറ്റുമോ?
ആ ഒരു പ്രോഡക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓവർ ഹെഡ് പറയുമ്പോൾ നമുക്ക് എന്താണ് റെൻ്റ് എന്നുള്ളത് നമുക്ക് എന്താണ് സെക്കൻഡിലേ വരുള്ളൂ അല്ലേ. ഒരിക്കലും ഡയറക്റ്റ്ലി നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെൻസ് അല്ല. ആ ഒരു പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഡയറക്റ്റ്ലി നമ്മൾ ട്രേസ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസ് അല്ല. പക്ഷേ റെൻ്റ് എന്ന് പറയുന്നത് ശരിക്കും റെൻ്റ് എക്സ്പെൻസ് അവിടെ എൻകോഡ് ആവുന്നുണ്ടോ? ആവുന്നുണ്ട് അല്ലേ. സോ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് സാലറീസ്, അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിൽ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, ക്ലർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് സാലറി കൊടുക്കണം. അവരെന്തിനാണ് അവിടെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്? ഓർഗനൈസേഷൻ്റെ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനാണ് അല്ലേ. അപ്പോൾ അവരുടെ സാലറി എന്ന് പറയുന്നത് എന്താണ്? ഇൻഡയറക്റ്റ് ഓവർ ഹെഡാണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ്, പക്ഷെ നമ്മൾ ഓവർ ഹെഡിൽ എടുക്കുമ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓവർ ഹെഡ് അല്ല. സോ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് സാലറി, ജനറൽ ഫാക്ടറി മെയിൻ്റനൻസ്, rent for whole manufacturing plant, indirect overhead. These expenses are vital for overall operation but can't be traced directly to one product or department. Okay. So അപ്പോൾ നമുക്ക് ആ ഒരു എലമെൻറ്റ് ഓഫ് കോസ്റ്റിൽ നമ്മൾ മെറ്റീരിയൽ എന്താണ് ഡയറക്റ്റ് എന്താണ് ഇൻഡയറക്റ്റ്, അതുപോലെ തന്നെ ലേബർ, ഡയറക്റ്റ് ലേബർ ആരാണ്, ഇൻഡയറക്റ്റ് ലേബർ ആരാണ്, ഓവർ ഹെഡും നമ്മൾ അതുപോലെ ഡിഫറൻഷിയേറ്റ് ചെയ്തു, ഡയറക്റ്റ് ഓവർ ഹെഡും ഇൻഡയറക്റ്റ് ഓവർ ഹെഡും. ദെൻ റോൾ ഓഫ് എലമെൻറ്റ് ഓഫ് കോസ്റ്റ് ഇൻ അക്കൗണ്ടിങ്, ജസ്റ്റ് ഒരു സമ്മപ്പ്. എന്തിനാണ് നമ്മൾ അത്തരത്തിൽ ഈ എലമെൻറ്റ് ഓഫ് കോസ്റ്റുകൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ റിലവൻസ് എന്താണ്? ഐഡൻറ്റിഫൈയിങ് ആൻഡ് ക്ലാസിഫൈയിങ് കോസ്റ്റ് നമുക്ക് അതിന് ഹെൽപ്പ് ചെയ്യും. എന്തൊക്കെ ടൈപ്പ് കോസ്റ്റ് ഉണ്ടാവും, നമുക്കതിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം ബേസ്ഡ് ഓൺ ദെയർ നേച്ചർ. നമുക്ക് ട്രേസബിലിറ്റിയുടെ ബേസിലാണ് നമുക്ക് അത്തരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. അലോക്കേറ്റിംഗ് ആൻഡ് അപ്പോർഷനിങ്, നേരത്തെ പറഞ്ഞ പോലെ അലോക്കേറ്റ് ചെയ്യണം. ഇപ്പോൾ റെൻ്റ് എന്ന് പറയുന്നത് ദ ഹോൾ ഓർഗനൈസേഷനാണ്. അപ്പോൾ പല പല ഡിപ്പാർട്ട്മെൻറ്റുകൾ എത്ര സ്പേസ് ആണ് ഓക്യുപ്പൈ ചെയ്തത്, അതിനനുസരിച്ച് അവർക്ക് റെൻറ്റിൻ്റെ ഓരോ പോർഷനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക അല്ലേ. അതുപോലെ തന്നെ റെൻറ്റ് പോലെയുള്ള അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ കൂടെ പ്രോപ്പറായിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്തും അപ്പോർഷൻ ചെയ്തും കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, ദെൻ ഓൾസോ പ്രൈസ് ഡിസിഷൻ, കോസ്റ്റിങ്ങും പ്രൈസിങ് ആയിട്ടുള്ള റിലേഷൻ നമുക്കറിയാം. കോസ്റ്റ് കൺട്രോൾ, എന്തൊക്കെ ടൈപ്പ് കോസ്റ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാലല്ലേ അത് നമുക്ക് എങ്ങനെ റിഡ്യൂസ് ചെയ്യാം, എങ്ങനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ നമുക്ക് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കാൻ പറ്റും. പെർഫോമൻസ് ഇവാലുവേഷൻ, ദെൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് അനാലിസിസ് ആൻഡ് സ്ട്രാറ്റജിക് ഡെസിഷൻ മേക്കിംഗ് അല്ലേ. ഇതൊക്കെ നമുക്ക് എന്താണ് ഒരു എലമെൻറ്റ് ഓഫ് കോസ്റ്റിൻ്റെ ഒരു റോൾ, അല്ലെങ്കിൽ എത്രത്തോളം ഹൗ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതിനൊരു ഉത്തരമാണ് ഈ പറയുന്ന പോയിൻറ്റ്സുകളെല്ലാം. ഇത്രയും ഏരിയാസുകളിലത് റിലവൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പോയിന്റ് ഒന്ന് വായിച്ചിരുന്നാൽ മതി.